കനലെരിയും കാലമായിരുന്നു അടിയന്തരാവസ്ഥയെന്ന് കാസർകോട്ടെ പഴമക്കാർ പറയും. ഏതിരുട്ടിലും നീറി നീറി കത്തുന്ന കനലോർമ്മ. പോലീസിന്റെ നരനായാട്ടിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഇപ്പോഴും ആ ഞെട്ടലുണ്ട്. അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതത്തിൽ നിന്നെടുത്ത ഏതാനും ഏടുകളാണ് പ്രേക്ഷക ശ്രദ്ധയിലേക്ക് വെക്കുന്നത്. ഒന്ന് CPIMന്റെ നേതാവും മുൻ MP-യുമായ പി കരുണാകരൻ. രണ്ട് മുൻ ജനസംഘം നേതാവും ഇന്നത്തെ BJPയുടെ സംസ്ഥാന സമിതി അംഗവുമായ വി രവീന്ദ്രൻ. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഇരുവർക്കും ഉജ്ജ്വലമായ പോരാട്ട വീര്യത്തിൻ്റെ ഓർമ്മകളാണ്. ലോക സംഘർഷ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു അന്നത്തെ അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാട്ടം. ജില്ലയിൽ RSSും CPIMും സംഘടനാ കോൺഗ്രസും സോഷ്യലിസ്റ്റ് പാർട്ടിയും സർവോദയുമെല്ലാം ഇന്ദിരാഗാന്ധിയുടെ നരനായാട്ടിന് മുന്നിൽ ഒരുമിച്ച് നിന്നു. പുറത്തിറങ്ങാനോ ശബ്ദിക്കാനോ കഴിയാത്ത കാലത്തെക്കുറിച്ച് പി കരുണാകരനും വി രവീന്ദ്രനും പറയുന്നു. ജനാധിപത്യ രീതിയിൽ വളരെ സമാധാനപരമായി സമരം നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസിൻ്റെ നരനായാട്ട് തുടർന്നു. ആ സമയത്താണ് ഇനി പോലീസിനെ തിരിച്ചു തല്ലിയിട്ട് തല്ലിവാങ്ങാമെന്ന ചിന്ത സമരക്കാരിൽ ചിലർക്ക് ഉണ്ടായത്. അങ്ങനെ പുതിയ സമരരീതി ആസൂത്രണം ചെയ്ത പ്രമോദ് ഭട്ടിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ബുള്ളറ്റ് ബാച്ചുകാർ എന്ന് വിളിച്ചു. കുരുടപ്പദവിലെ യോഗത്തിൽ വെച്ച് ലോക് സംഘർഷ സമിതിയുടെയും ജനസംഘത്തിൻ്റെയും പ്രവർത്തകർ പുതിയ സമരമാർഗം ആസൂത്രണം ചെയ്തു. പോലീസിൻ്റെ ലാത്തി പിടിച്ചു വാങ്ങി എന്തിനാണ് ഞങ്ങളെ തല്ലുന്നതെന്ന് തിരിച്ചു ചോദിക്കുക. അതായിരുന്നു പുതിയ മാർഗം. പിറ്റേ ദിവസം കാസർഗോഡ് ബദ്രിയ ഹോട്ടലിന് മുൻപിൽ സമരക്കാർ ഒത്തുകൂടി. വലിയൊരു പോലീസ് സന്നാഹവും. ഇതിനിടെ പ്രതിഷേധക്കാരിലൊരുവൻ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. സമരകേന്ദ്രം സംഘർഷഭൂമിയായി. പ്രതിഷേധക്കാർ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. ആ മർദ്ദനത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വൈക്കം ഗോപകുമാർ എന്ന് പറഞ്ഞൊരു സംഘത്തിൻ്റെ പ്രചാരക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ്, നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല, പ്രൈവറ്റ് പാർട്ട് ഉടച്ചു കളഞ്ഞിരുന്നു രണ്ട് കൈ കൊണ്ട് പോലീസുകാരെ പിടിച്ചിട്ട്. അവസാനം അദ്ദേഹം കക്കൂസിൽ പോകാൻ കഴിയാത്ത മരിച്ചുപോയി. ഇപ്പോൾ അടുത്ത കാലത്താണ് മരിച്ചത്. 11ഓളം കുട്ടികൾ, വിദ്യാർത്ഥികൾ കോളേജ് ഇതേ മാതിരിയുള്ളൊരു സമരം തുടങ്ങിയപ്പോൾ പോലീസ് വന്ന് അവരെ മുഴുവനും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അന്ന് ഒരു ASP ഉണ്ടായിരുന്നു, അച്യുതരാമൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ ക്യാമ്പ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഈ കുട്ടികളെ മുഴുവൻ പൂർണ്ണ നഗ്നരാക്കി നിർത്തിയിട്ട് തുള്ളിക്കാൻ തുടങ്ങി. തുള്ളിയിട്ട് ഇവരുടെ സ്വകാര്യ അവയവത്തിന് ലാത്തി കൊണ്ട് അടിച്ചിട്ട് ഇനി സമരത്തിന് പോകുകയെന്ന് പറഞ്ഞിട്ട് അത്രയും നിഷ്ഠുരമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ആ കുട്ടികൾ പല ആളുകളും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ചില ആളുകൾ മരിച്ചുപോയി. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുൻപ് നീലേശ്വരം പള്ളിക്കരയിൽ വെച്ചാണ് CPIM നേതാക്കളായ പി കരുണാകരനും സംഘത്തിനും നേരെ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനമുണ്ടായത്. KSRTC ചാർജ് വർധനയ്ക്കെതിരെ സമരം ചെയ്തതായിരുന്നു CPIM നേതാക്കൾ ചെയ്ത കുറ്റം. പലരുടെയും തലപൊട്ടി ചോരയൊലിച്ചു. ഇതിനെതിരായിട്ട് പ്രതിഷേധം വരുമ്പോൾ ഉടനെ തന്നെ കയറി അടിക്കുക, അതുപോലെ തന്നെ മറ്റൊന്നും ചോദിക്കാനില്ലല്ലോ. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാടും കാര്യങ്ങളാണല്ലോ അന്ന് എടുത്തത്. ഇവിടെ SP ഓഫീസ് മാർച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഗോവിന്ദ മാഷ് അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും ഒന്നിച്ചാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയതാണ്. ഉദ്ഘാടനത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ അടിയായിരുന്നു, ഭീകരമായിട്ടുള്ള അടി. എൻ്റെ കൈയും കാലും എല്ലാം തന്നെ ഇതായിരുന്നു. ഇവിടെ പിന്നെ ഇതേപോലെ തന്നെ ഇരുന്നിട്ടാണ് അടി കൊണ്ടത്. ഇവിടെ പള്ളിക്കര നീലേശ്വരത്ത് വളരെ ഭീകരമായിട്ടുള്ള പോപ്പുലർ സ്റ്റേറ്റിൻ്റെതും അതുപോലെ തന്നെയുള്ളതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രണ്ട് അഭിപ്രായമുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. എങ്കിലും കൃഷ്ണൻ നായരും പി കരുണാകരനും ഉമാനാഥ റാവുവും മടിക്കൈ കമാരനും അഡ്വക്കേറ്റ് സുന്ദർ റാവുവും ശങ്കർ ആൾവയും TRK ഭട്ടുമൊക്കെ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടങ്ങളിൽ ജില്ലയിൽ ഊർജ്ജമേകിയ സമരനായകരാണ്. 24 കാസർഗോഡ്.